ഹായ്, ഇസ്രയേലിൽ നിന്നാണേ. മനോഹരമായ കാഴ്ചയല്ലേ ഇതൊക്കെ. ഇത് ലിച്ചി ചെടിയാണ് കേട്ടോ. ഇങ്ങനെയുള്ള കാഴ്ചകൾ ഈ ഒരു സീസണിൽ ഇവിടെ ധാരാളമായി കാണാൻ കഴിയും. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചെന്നാൽ എല്ലാ വീടുകളുടെയും ഗാർഡനുകളിലൊക്കെ ലിച്ചി ചെടികൾ നല്ല രീതിയിൽ കായ്ച്ചു നിൽക്കുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നതും കാണിക്കുന്നതും എൻ്റെ വീട്ടിൽ വളർന്നു നിൽക്കുന്ന ലിച്ചി ചെടിയാണ്. എൻ്റെ അത്ര ഹൈറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്രാവശ്യം നിറച്ച് കായകളും ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ വീട്ടിലെ ലിച്ചി ചെടി. ഇവ ഒരിനം നിത്യഹരിത വൃക്ഷമാണ് കേട്ടോ. സാപ്പിൻഡേസിയ കുടുംബത്തിൽപ്പെട്ട ലിച്ചിയുടെ ശാസ്ത്രീയ നാമം ലിച്ചി ചിനൻസിസ് എന്നാണ്. ചൈന ലോകത്തിന് സമ്മാനിച്ച ഫലങ്ങളിൽ ഒന്നാണ് ഈ ലിച്ചി. ഇന്ത്യയിൽ ബീഹാറിലാണ് കേട്ടോ ഇവ ധാരാളമായി കാണപ്പെടുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ലിച്ചി കൃഷിയും ചെയ്യുന്നത്. കേരളത്തിൽ ഇവ കൃഷി ചെയ്യപ്പെടുന്നുണ്ട് എങ്കിലും വളരെ കുറച്ച് അപൂർവമായി മാത്രമേ ഈ ലിച്ചി കേരളത്തിൽ ഫലം കായ്ക്കപ്പെടുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഇതിലിവിടെ സവിശേഷതകൾ 9 മുതൽ 12 മീറ്റർ വരെയൊക്കെ ഉയരത്തിൽ വളരുന്നു. ഇല ഞെരുക്കമുള്ളതായൊരു നിത്യഹരിത സസ്യമാണ്. കടും പച്ച നിറമുള്ള ഇലകളിൽ ഇവയുടെ തളിര് ഇലകൾ ഇങ്ങനെ വരുമ്പോൾ അവ ഒരു ചെമ്പ് കളറ് നിറത്തിലാണ് വരുന്നത് കേട്ടോ. ശരാശരി ഒരു 30 എണ്ണം വരെ കായ്കൾ വീതമുള്ള കുലകൾ ശിഖരത്തിൻ്റെ അഗ്രങ്ങളിൽ കൂട്ടമായി കുലച്ച് നിൽക്കുന്നത് കാണുവാൻ തന്നെ വളരെ ഭംഗിയാണ്. നീണ്ടുരുണ്ട പഴങ്ങളുടെ പുറത്തെ തൊലി പിങ്ക് കലർന്ന ചുവപ്പ് നിറത്തിൽ പരുക്കനായി കാണപ്പെടുന്നു. അകത്ത് മുന്തിരി പോലെ കാണപ്പെടുന്ന വിത്തുമാണുള്ളത്. വിത്തിനു ചുറ്റും കാണുന്ന ആ കുഴമ്പ് പോലിരിക്കുന്ന ആ ഭാഗമാണ് നമ്മൾ കഴിക്കുന്നത്. ഇതിന് നല്ല മധുരമാണ്. ഇവയിൽ ധാരാളം ജീവകങ്ങൾ, പോഷകങ്ങൾ, പദാർത്ഥങ്ങൾ ഒക്കെ പോഷക പദാർത്ഥങ്ങൾ ഇവയിൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. നല്ല നീർവാഴ്ചയുള്ള വളക്കൂറുള്ള മണ്ണിൽ ലിച്ചി ധാരാളമായി വളരുന്നുണ്ട്. വിത്തുകൾ എടുത്ത് അതിൻ്റെ തൈ കിളിർപ്പിച്ചാണ് കൂടുതലും നടുന്നതിനായി തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ അവയ്ക്ക് ആ മാതൃവൃക്ഷത്തിൻ്റെതാവുന്ന ഗുണങ്ങളൊന്നും കിട്ടാറില്ല. കൂടാതെ കായ്ഫലം നൽകുന്നത് 5 വർഷം മുതൽ 15 വർഷം വരെയൊക്കെ ആയിരിക്കും. എന്നാൽ ഇത് ലെയർ ചെയ്തൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവ ധാരാളമായി കായ്ച്ചു വരുന്നത് നമ്മൾക്ക് കാണുവാൻ കഴിയും. ധാരാളം പോഷക ഗുണങ്ങളുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊക്കെ കണ്ടിട്ടില്ലേ, നമ്മുടെയൊക്കെ നാടുകളിൽ ചെറിയ ചെറിയ കുപ്പികളിൽ, കുഞ്ഞു കുപ്പി 100 ml 50 ml ഒക്കെ കുപ്പികളിലാണ് ഈ ലിച്ചിപ്പഴത്തിൻ്റെ ജ്യൂസ് വരുന്നത്. വളരെ ടേസ്റ്റല്ലേ അതിൻ്റെ ഇത് കഴിക്കാൻ വേണ്ടി. ഈ കായ്കൾക്ക് ഈ പൂർണ്ണ നിറമാകുമ്പോൾ അത് നല്ല റെഡ് കലർന്ന ആ ഒരു കളറാകുമ്പോഴാണ് ഇവ വിളവെടുക്കുന്നത്. പക്ഷേ ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ അയക്കാനായിട്ട് നമ്മളിവിടെ കാണുന്നത് ഒരുമാതിരി ഒരു പാതി നിറമെത്തിയ കായ്കൾ ഇവരങ്ങ് വിളവെടുക്കും. 5 വർഷം പ്രായമായ മരത്തിൽ നിന്നും 500 ലിച്ചിപ്പഴങ്ങൾ വരെ വിളവെടുക്കാവുന്നതാണെന്നാണ് ഇവിടെ പറയപ്പെടുന്നത് കേട്ടോ. 20 വർഷം വളർച്ചയെത്തിയ മരത്തിൽ നിന്ന് 4000 മുതൽ 5000 വരെയൊക്കെ കായ്കൾ ലഭിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇനിയും ഇവയെ അങ്ങോട്ട് വിളവെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 4-5 ദിവസം വരെ ഇങ്ങനെ ഈ ഫ്രഷായിട്ട് ഈ കായകൾ ഇരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ തോല് ഇങ്ങനെ ചീത്തയാകാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുമോ, പ്ലക്ക് ചെയ്ത് സെയിൽ ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങൾ പോളിത്തീൻ കവറുകളിലാക്കി വേഗം തന്നെ ഇവിടുന്ന് മാറ്റും. അതൊരു 10 ദിവസം വരെയൊക്കെ കേടാകാതിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എത്രത്തോളം സത്യമുണ്ട് എന്നറിയില്ല. നമ്മൾ പ്ലക്ക് ചെയ്ത് അങ്ങനെ വെച്ചേക്കാറില്ല. നമുക്ക് തന്നെ അനുഭവമാണ്. ഒരു 3 ദിവസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 5 ദിവസത്തിൽ കൂടുതൽ ഫ്രഷായിട്ട് ഈ ഫ്രൂട്ട്സ് പുറത്തിരിക്കാറില്ല. ഇതൊക്കെയാണ് ഇസ്രയേലിലെ ഗാർഡൻ വിശേഷങ്ങളൊക്കെ. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും